ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ ആംബിയേഴ്സ് ലോയും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് വയറിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഡെറിവേഷനുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഈ ഇക്വേഷനും എഴുതണം. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷനാണ് ഇവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the line integral of magnetic field over a closed path is equal to mu0 times the total current enclosed by the path. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. അപ്പം ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? അതായത് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു വയറിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ വയറിലേക്ക് നമ്മളൊരു കറണ്ട്, അതായത് ഒരു കറണ്ട് നമ്മൾ പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു വയറിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഇമാജിനറി ലൂപ്പ് അല്ലെങ്കിൽ ഒരു സർക്കിൾ നമ്മൾ അതിന് ചുറ്റും വരച്ചു കൊടുക്കുക. അതായത് ഇതിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പം ഇതിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള ഇതിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നതെങ്കിൽ ഈ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ ഒരു കറണ്ടിന് ഈ ലൂപ്പിൻ്റെ അകത്തുള്ള ടോട്ടൽ കറണ്ട് mu0 ടൈംസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെയുള്ള ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള ടോട്ടൽ കറണ്ടിന് mu0 ടൈംസ് ഈക്വൽ ആയിരിക്കും. അതാണ് ആംബിയർ സർക്യൂട്ടൽ ലോ പറയുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രൽ B.dl വിച്ച് ഈസ് ഈക്വൽ ടു mu0 I. അതാണ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് applying Ampere's law, derive an expression for the magnetic field due to a straight infinite current carrying wire. അതായത് സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം, ഡിറൈവ് ചെയ്യണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഇതിൻ്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കാം. അതപ്പോൾ എങ്ങനെയാണ്? ഒരു ആംബീരിയൻ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ഇതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് വയർ പോകുന്നുണ്ട്. അതിനെ നമ്മൾ വരച്ചു. അപ്പം ഈ ഒരു ആംബീരിയൻ ലൂപ്പും ഈ ഒരു വയറും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് P എന്ന് പറയുന്നത്. അത്രയുള്ളൊരു റേഡിയസിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആംബീരിയൻ ലൂപ്പിൽ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ B.dl എന്ന് പറയുന്നത്. സോ ബിയും DLും സെയിം ഡയറക്ഷനിൽ കൂടെയാണ് ആംബീരിയൻ ലൂപ്പിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 0 ആണല്ലേ. അതിനുശേഷം നമുക്ക് ഇനിയും എഴുതാം. ലൈൻ ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഡോട്ട് പ്രൊഡക്റ്റ് മാറ്റുമ്പോൾ BDL കോസ് തീറ്റ എന്നാകും അല്ലേ. ഈ BDL കോസ് തീറ്റയ്ക്കകത്ത് തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സോ അതെന്തായി മാറും? ലൈൻ ഇൻ്റഗ്രൽ BDL എന്ന് മാത്രമായിട്ട് മാറും അല്ലേ. അപ്പം B എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഓവർ ആംപീരിയൻ ലൂപ്പ്.
ആംബീരിയൻ ലൂപ്പിൽ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എന്താണ്? ബി അതേപോലെ ഇൻറ്റഗ്രൽ എൽ ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് എഴുതാം. ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്ത് എഴുതാം? ബി ഇൻറ്റു 2πr എന്ന് എഴുതാം. അതായത് ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ? അതിനുശേഷം നമുക്ക് ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ബി ഇൻറ്റു 2πr എന്നാണ്. സോ നമ്മൾ ഈ ഒരു ബി ഡോട്ട് ഡി എൽ ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിൻ്റെ വാല്യൂ ബി ഇൻറ്റു 2πr ആണ്. അത് നമുക്ക് ആംബിയർ സർക്യൂട്ടൽ ലോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആംബിയർ തിയറത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ന് പറയുമ്പം എങ്ങനാവും? അതായത് ആംബിയർ തിയറം എന്താണ്? ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എന്നാണല്ലേ. അപ്പം നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബി ഡോട്ട് ഡി എല്ലിൻ്റെ വാല്യൂവിനെ ബി ഇൻറ്റു 2πr ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബി ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു μ0 I. ബി ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു μ0 I എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ബീനെ ഇവിടെ ഇട്ടിട്ട് ബി ഈസ് ഈക്വൽ ടു μ0 I ബൈ 2πr എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയിരിക്കുകയാണ് ഒരു സ്ട്രെയിറ്റ് ക്യാരിങ് വയറിൻ്റെ 2πr. അതായത് നമ്മളപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ബി ഡോട്ട് ഡി എല്ലിൻ്റെ വാല്യൂവിനെ നമ്മൾ ബി ഇൻറ്റു 2πr ആയിട്ട് എഴുതി. അതിനുശേഷം അത് ആംബിയർ തിയറത്തിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു μ0 I. അതിനെയാണ് നമ്മൾ പിന്നെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഫൈനലി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമുക്ക് ഇനിയും ഡെറിവേഷനായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.